നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചയിലെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഇന്ന് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഹോട്ടൽ റൂമിൽ വെച്ചാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി അതിൻ്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 22,130 എന്ന റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 370 പോയിൻറ്റ് താഴെയാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. എന്നാൽ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ വർഷത്തിലെ ഡിസംബർ മാസമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 48,600 എന്ന റേഞ്ചൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി 3000 പോയിൻറ്റ് താഴെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ നിൽപ്പ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ്, HDFC ബാങ്കിന് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു കാര്യം, ADRലെല്ലാം തന്നെ HDFC ഇടിഞ്ഞത്, അതൊക്കെ തന്നെയാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈയിൽ നിന്ന് ബഹുദൂരം താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളുടെ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു ആശംസ. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വന്ദേ ഭാരതിലാണ് വന്നത്. അവിടെ വന്ന സമയത്ത് ഒരു രാജൻ ചേട്ടനെ പരിചയപ്പെട്ടു. കഴിഞ്ഞ മാസം ഇത്രാം തീയതി പറഞ്ഞ ന്യൂസിൽ ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും വീഡിയോ കാണുമ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 9-ാം മിനിറ്റിൽ എന്തെങ്കിലും ഒരു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ തമ്പനെയിലെ ഡേറ്റും നിങ്ങൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് എല്ലാം തന്നെ വളരെയധികം പ്രോ ട്രേഡേഴ്സാണ്. വളരെയധികം ശ്രദ്ധിച്ചാണ് എല്ലാ ആളുകളും ന്യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് കുറച്ചും കൂടിയും ഊർജ്ജം നൽകുന്നുണ്ട്. കുറച്ചും കൂടിയും ശ്രദ്ധ ചെലുത്താനായിട്ട്, വാല്യൂസ് എല്ലാം തന്നെ പറയുമ്പോൾ ശ്രദ്ധ ചെലുത്താനായിട്ട് ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഇനി. അപ്പോൾ നമ്മളെ എല്ലാ പ്രോ ട്രേഡേഴ്സിനും വീണ്ടും നല്ലൊരു ചാനൽ കാണുന്നതിലും നിങ്ങൾ ചാനൽ ഷെയർ ചെയ്യുന്നതിലും സന്തോഷം. ഇനി മാർക്കറ്റ് ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഡേ ക്യാൻഡിൽ നോക്കാം. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ കാണാം. തിങ്കളാഴ്ച 21,927 ഓപ്പൺ ചെയ്തു. നിഫ്റ്റി 21,782 വെള്ളിയാഴ്ചത്തിലെ ക്ലോസ്. ഏകദേശം ചെറിയൊരു 200 പോയിന്റിൽ താഴെ മാത്രമാണ് നിഫ്റ്റി പോയിന്റുകൾ ചോർന്നു പോയിട്ടുള്ളൂ. സെക്ടർ പെർഫോമൻസ് നോക്കുമ്പോൾ FMCG, ഫിനാൻഷ്യൽ സർവീസ്, ബാങ്ക് തുടങ്ങിയ സെക്ടേഴ്സ് വീക്ക്ലി അടിസ്ഥാനത്തിൽ റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ PSU ബാങ്ക്, ഫാർമ തുടങ്ങിയ സെക്ടേഴ്സിൽ നിഫ്റ്റിയിൽ മുന്നേറ്റം കണ്ടു. PSU ബാങ്ക് 5% റാലി. വീക്കിലി അടിസ്ഥാനത്തിൽ PSU കമ്പനിയായിട്ടുള്ള SBI 11% റാലി, BPCL 10% റാലി രേഖപ്പെടുത്തി. FISൻ്റെ ആക്ടിവിറ്റീസ് ഇനിയിപ്പോൾ ഫോളായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഫെർട്ടിലൈസർ കമ്പനിയായിട്ടുള്ള UPL 15% ഫോള്, ITC 6% ഫോളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. FISൻ്റെ ആക്ടിവിറ്റീസ് പരിശോധിക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും 518 കോടി രൂപ, 92 കോടി രൂപയുടെ ബൈങ് നടത്തി. ബുധനും വ്യാഴവും അവർ വലിയ തോതിൽ സെല്ല് നടത്തി. 1,691 കോടി രൂപ, 4,933 കോടി രൂപ. വെള്ളിയാഴ്ച 141 കോടി രൂപയുടെ ബൈ നടത്തിയിട്ടുണ്ട്. മിക്സഡാണ് അവരുടെ പെർഫോമൻസ്. പക്ഷേ കഴിഞ്ഞ ജാനുവരിയിൽ അവരുടെ സെല്ലെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് സെല്ലാണ് കഴിഞ്ഞ ജാനുവരിയിൽ ഉണ്ടായിട്ടുള്ളതെന്ന് ഓർമ്മിക്കുക. DIs പൊതുവേ ബൈയിങ് മോഡലാണ് ഉണ്ടായിരുന്നത്. തിങ്കളും വെള്ളിയാഴ്ച ദിവസങ്ങളിലും അവർ DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിങ് നടത്തിയിട്ടുണ്ട്. ബാക്കി 3 ദിവസം അവർ ബൈയിങ് നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആഴ്ചന് വിപണിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നോക്കാം. ഭീകരമായിട്ടുള്ള ഈവൻ്റാണ് ഉള്ളത്. നമുക്ക് ഇപ്പോൾ ഇന്ത്യ വിക്സൊക്കെ ഇത്ര അപ്പായിട്ട് ഇരിക്കുന്നത് ഏപ്രിൽ 16-ാം തീയതി നമ്മുടെ ഇലക്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വിക്സൊക്കെ ഇത്ര അപ്പായിട്ട് നിൽക്കുന്നത്. ഇനി അടുത്ത ആഴ്ചയിലെ ഈവൻറ്റിലേക്ക് നോക്കുമ്പോൾ സമയമടക്കം ഉണ്ട്. തിങ്കളാഴ്ച കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ US നിന്ന് 9:30 PM, യൂറോസോണിൽ നിന്ന് എക്കണോമിക് ഫോർകാസ്റ്റ് 3:30, ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 5:30 PM. ട്യൂസ്ഡേ US ഇൻഫ്ലേഷൻ 7 PM, എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് യൂറോസോണിലെ 3:30, ജർമ്മനിയിലെ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ് 3:30, UK അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് 12:30, US ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് 9:30, യൂറോസോൺ GDP 3:30, UK ഇൻഫ്ലേഷൻ 12:30 PM, ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ 12:30. തേഴ്സ്ഡേ US നിന്ന് കോർ റീറ്റെയിൽ സെയിൽ 7 മണിക്ക്, ട്രേഡ് ബാലൻസ് 3:30, GDP UK 12:30. വെള്ളിയാഴ്ച UK റീറ്റെയിൽ സെയിൽസ് 12:30. ഇതെല്ലാം നമ്മുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, റിസൾട്ട് കലണ്ടർ, റിസൾട്ട് അനൗൺസ്മെൻ്റ് എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡിയിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡിയുടെ ടാബുണ്ട്. ഈവൻ ഇതിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗ്ലോബൽ ഈവൻ്റാണ്.
ഗ്ലോബൽ ഈവൻറ്റ് ടാബ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. കാരണം ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻസിൽ തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈവൻറ്റുകൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് എന്നുള്ള ഇത് നമ്മുടെ മനസ്സിലേക്ക് വെക്കുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം ഏറ്റവും താഴെ കാണാം US വിക്സ് ഫ്ലാറ്റാണ്, നാസ്ഡാക്ക് ഗ്രീനിൽ അടച്ചു 196 പോയിൻറ്റ്, ഡോ സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് കാണാം 15.44 ഇപ്പോഴും ഉള്ളത്. ബിറ്റ് കോയിൻ നോക്കേണ്ട കാര്യമില്ല, 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിലുള്ള യൂറോപ്യൻ റഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റായി സ്ലൈറ്റ്ലി ബെയറിഷ് സെൻറ്റിമെൻറ്റ്സോട് അടിച്ചിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2024 പെർ ഔൺസ്. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ICICI ബാങ്ക് 2.5% റാലി, നമ്മുടെ വെള്ളിയാഴ്ച ICICI ബാങ്ക് ഇന്ത്യൻ മാർക്കറ്റിലും റാലി രേഖപ്പെടുത്തിയിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യൻ കമ്പനികളിലെ ADR എല്ലാം തന്നെ പോസിറ്റീവിൽ അടച്ചു. US മേജർ ടെക്നോളജി കമ്പനീസിലും പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയിട്ടുണ്ട്. എല്ലാം തന്നെ ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻ്റൽ, നെറ്റ്ഫ്ലിക്സ് എല്ലാം തന്നെ ഗ്രീനാണ്. ഫേസ്ബുക്ക് മാത്രം സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. 22,000 ഇതിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. സ്പോട്ട് ഉള്ളത് 21,782. മേജർ റെസിസ്റ്റൻസ് സോൺ 22,000 ആണുള്ളത്. കാണാം ഹയർ ബാർ ഉണ്ട്, 21,500 പുട്ട് സൈഡിൽ ഹയർ ബാർ ഉള്ളത്. 21,500, 22,000. PCR 0.8. കോൾ ഷോട്ട് കൂടുതൽ കാണാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 45,600 സ്പോട്ട് ഉള്ളത്. 46,000 മേജർ റെസിസ്റ്റൻസ് സോൺ കാണാൻ വലിയ ബാറ്. 45,500 സ്ലൈറ്റ്ലി സപ്പോർട്ട് സോൺ ആണുള്ളത്. PCR 0.9 എന്ന നിലയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇതിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനാലിസിസ് ഒന്നും തന്നെ ഞാൻ സ്റ്റോക്ക് ന്യൂസിൽ പറയുന്നില്ല. ഓപ്പൺ ഇൻട്രസ്റ്റ് സെൻസിബിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണുള്ളത്. അതുപോലെ തന്നെ ഒപ്സ്ട്രാഡ്ജ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്. സെൻസിബിൾ കുറച്ചും കൂടിയും UAE എല്ലാം തന്നെ വളരെ ഈസിയാണ്. സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൻസിബിൾ ഫ്രീ ആണ്. സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ന്യൂസുകളും അതുപോലെ തന്നെയാണ്. വിപണിയിലുള്ള പല പല സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ന്യൂസ്, അല്ലാതെ ഞാൻ എൻ്റെ ആശയങ്ങളിൽ നിന്ന്, എൻ്റെ ചിന്തകളിൽ നിന്നൊന്നും ഞാൻ മാർക്കറ്റിനെ ഇങ്ങനെ പോകും അങ്ങനെ പോകും ഒന്നും ഞാൻ പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല. നാളെ മാർക്കറ്റ് എന്താകുമെന്നോ പോലും ഞാൻ എൻ്റെ ഒരു ചിന്ത ഞാൻ ഈ ചാനലിൽ ഇടുന്നില്ല. ന്യൂസ് ചാനലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ 98% നമ്മുടെ വ്യൂവേഴ്സ് പ്രോ ട്രേഡേഴ്സാണ്. വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വ്യൂവേഴ്സ് ആ സ്റ്റോക്ക് ഉയരുമോ, നാളെ നിഫ്റ്റി എന്താകുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർത്തും അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരിക്കൽ പോലും ഞാൻ അതിന് റിപ്ലൈ തരാനായിട്ട് കൂട്ടാക്കില്ല. സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ JSW സ്റ്റീലിനെ സംബന്ധിച്ചുള്ള ന്യൂസ്, ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് കൊളാബറേറ്റ് ചെയ്ത് 40,000 കോടി രൂപയ്ക്ക് ചാർജിങ് സ്റ്റേഷനല്ല, EV വാഹനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഡിവിസ് ലാബ്, ഫാർമ സെക്ടറിലെ ജെയിൻ്റെ കമ്പനിയായിട്ടുള്ള ഡിവിസ് ലാബ് നെറ്റ് പ്രോഫിറ്റ് 17% ഇയർ ഓൺ ഇയർ ഉയർന്ന് 358 കോടി രൂപ കരസ്ഥമാക്കി. ഫോർജിൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 38 കോടി രൂപ, കഴിഞ്ഞ തവണ 33 കോടി രൂപ അറ്റാദായം രേഖപ്പെടുത്തിയിരുന്നു. IRCTC കമ്പനി അവർ പേയ്മെൻറ്റ് ഗേറ്റ്വേ അഗ്രിഗേറ്റഡ് ബിസിനസ് സെപ്പറേറ്റ് ഒരു കമ്പനിയായിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വന്ദേ ഭാരതെല്ലാം തന്നെ വളരെയധികം അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസ് ഉണ്ട്. നമ്മൾ ട്രെയിനെല്ലാം തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വളരെ കംഫർട്ടബിളായിട്ട് കൊച്ചിയിൽ നിന്നൊക്കെ കാലിക്കട്ട് വരാൻ പറ്റും വന്ദേ ഭാരതിൽ. IRCTCനെ സംബന്ധിച്ചുള്ള ന്യൂസ് അതാണ്. ഓറോബിൻ്റെ ഫാർമ നെറ്റ് പ്രോഫിറ്റ് 490 കോടി രൂപയിൽ നിന്ന് 940 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. ആംബർ എൻ്റർപ്രൈസസ് കമ്പനി 14 കോടി രൂപ പ്രോഫിറ്റിൽ നിന്ന് 40 ലക്ഷം ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. TVS ഇലക്ട്രോണിക്സ് കമ്പനിയും 1.5 കോടി രൂപയിൽ നിന്ന് 1.7 ക്രോർസിലേക്ക് ഈ തവണ ലോസ് അവർ റിപ്പോർട്ട് ചെയ്തു. ജാർഖണ്ഡ് പ്രകാശ് കമ്പനി 82 കോടി രൂപയിൽ നിന്ന് 73 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. കെംകോൺ സ്പെഷ്യാലിറ്റി 11 കോടി രൂപയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് 4 കോടി രൂപയിലേക്ക് കുറഞ്ഞു. MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കമ്പനിയാണ് ഈ തവണ 5 കോടി രൂപ ലോസ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ തവണ 38 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയ കമ്പനിയാണ്. MCX നമ്മുടെ നാട്ടിലെ മോണോപ്പൊളി കമ്പനിയാണ്. നമ്മൾ NSE BSE പോലെ തന്നെ നമ്മുടെ കമ്മോഡിറ്റി ട്രേഡെല്ലാം തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കമ്പനിയാണ് MCX. അപ്പോൾ എങ്ങനെ നഷ്ടമുണ്ടാക്കിയതെന്ന് നോക്കുമ്പോൾ ഇവർ TCS ഇവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷന് വേണ്ടിയിട്ട് TCSന് ഓർഡർ കൊടുത്തു. അപ്പോൾ ഏകദേശം ആ ഒരു ഓർഡർ ഇവർക്ക് ഒരു ചിലവ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ടാറ്റ മോട്ടോഴ്സ് ഫോർഡൊക്കെ ഏകദേശം 5,000 കോടി രൂപയ്ക്ക് ബൈ ചെയ്തപ്പോൾ ടാറ്റ മോട്ടോഴ്സ് അന്ന് ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് MCXൻ്റെ അവസ്ഥ.
ജയൻ്റ് അഗ്രോ കമ്പനി 45 കോടി രൂപയിൽ നിന്ന് 9 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. ഓറിയൻറ്റ് പ്രസ് കമ്പനി അവരുടെ പ്ലാന്റ് വിപുലീകരിക്കുന്നുണ്ട്. സായ് സിൽക്സ് കമ്പനി 31 കോടി രൂപയിൽ കഴിഞ്ഞ വർഷം, ഇതവണ 32 കോടി രൂപ. മെയ്ത്തൻ അലോയ് കമ്പനി 54 കോടി രൂപയിൽ നിന്ന് 87 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. V2 റീറ്റെയിൽ 9 കോടി രൂപയിൽ നിന്ന് 24 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. റെയിൽടെയിൽ കോർപ്പറേഷന് 18 കോടി രൂപയുടെ ഓർഡർ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടി. STB സോവറിൻ ഗോൾഡ് ബോണ്ട് പുതിയ സീരീസ്, ഫെബ്രുവരി സീരീസ് 6263 കോടി രൂപ പെർ ഗ്രാമിന് അവൈലബിൾ ആണ്. ഗ്രാമിന് 50 രൂപ കുറവുണ്ട് നമ്മൾ ഓൺലൈനിൽ ബൈ ചെയ്യുമ്പോൾ. ഇതൊരു ക്യാഷ് കമ്പോണൻ്റ് ആണ്. പ്ലഡ്ജ് ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ ബ്രോക്കർ അത് ക്യാഷ് കമ്പോണൻ്റായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നാളെ രാവിലെ 7:00 എത്താം. ഇന്ന് കോഴിക്കോടുള്ള നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഫോട്ടോസ് എല്ലാം നാളെ ഷെയർ ചെയ്യാം. ഇന്നിപ്പോൾ സമയം അതിരാവിലെയാണ്, ഞായറാഴ്ച. അതിനുശേഷം ഞാൻ നേരെ ട്രെയിനിങ്ങിന് പോകും. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ്. താങ്ക് യു.